ഹലോ. അപ്പോഴേ നമ്മൾ ഇന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കൊന്നും വേണ്ട. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, എനിക്ക് അത്ര പിടിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാനായിട്ട് അതിന് പ്രത്യേക ഒരു മസാല ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, മന്തി മസാല. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിനകത്തേക്ക് ഉണക്കനാരങ്ങ ഒരെണ്ണം വേണം, കുറച്ച് 2-3 ഏലക്കായ, 3-4 ഗ്രാമ്പു, വെളുത്തുള്ളി, നല്ല ജീരകം ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കറുകപ്പട്ട, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഉണ്ടോ. മുഴുവൻ മല്ലി എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് മുഴുവനായിട്ടും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ടയുടെ ബേ ലീഫ് അത് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടായപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉണക്കനാരങ്ങ നമുക്ക് 2 വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണക്കനാരങ്ങയും കൂടി എടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുക്കാനുള്ളതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും പൊടിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മറ്റുള്ള സാധനങ്ങൾ നല്ലപോലെ വറുത്ത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ആ മല്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. മുഴുവൻ മല്ലിയാണെങ്കിൽ അതിൽ തന്നെ ഇട്ട് കൊടുക്കണേ, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ എടുത്തതിന് ശേഷം ചൂടാറി കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒഴിക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പൊടി മാറ്റി വയ്ക്കാം കേട്ടോ, നമുക്ക് വേറൊരു ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് കുഴച്ചെടുക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പാകത്തിനാകുന്ന വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ മതിയായിട്ടില്ല, കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളകാണെങ്കിൽ ചുവന്ന നിറത്തിലിരിക്കും, ഞാനിപ്പോൾ സാധാ മുളക് പൊടിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ആ കൂട്ട് ഞാൻ കുറച്ച് ആ മസാല കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ, അതും വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസുകളും ഞാനിപ്പോൾ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ മസാല എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങി ഉപ്പും എല്ലാം നല്ലപോലെ പിടിക്കുള്ളൂ. അപ്പോൾ ഹോൾ ഇട്ട് കൊടുത്ത് ഓരോ ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ആ മസാല എല്ലാത്തിലേക്കും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എല്ലാ സൈഡിലും നല്ല പോലെ ആകത്തക്ക രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കണേ, എന്നാലാണ് മസാല എല്ലാത്തിലും ആവുള്ളൂ. വലിയ പീസായതുകൊണ്ട് തന്നെ നമ്മളത് നല്ലപോലെ കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണേ. ഇതിപ്പോൾ ഞാൻ എല്ലാം തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് അതിനകത്തേക്ക് പിടിക്കുള്ളൂ. ഇതിപ്പോൾ ഇതാ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഞാനതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ചിക്കൻ്റെ വെള്ളം നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ ഇഡ്ഡലി കലത്തിൽ അടിയിൽ വെള്ളം ഉണ്ടാവില്ല, അതിനകത്തേക്ക് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുക്കാൻ നേരത്ത് എന്തോരം അരിയാണ് നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ, എന്നാലും വെള്ളമൊക്കെ വറ്റിപ്പോവും. ഞാനിപ്പോൾ 1 കിലോ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഈ അരിക്ക് നല്ല വേവുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് കഴുകി വാരി വെള്ളമൊക്കെ ഊർന്നു വരാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഇത് ആവിയൊക്കെ വന്ന് ഒടുങ്ങി അതൊരു 40 മിനിറ്റോളം വേവിക്കണം കേട്ടോ, എന്നാലാണ് വേവുള്ളൂ. അതിനിടയിൽ നമ്മൾ റൈസ് റെഡിയാക്കാനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് ജീരകം, കറുകപ്പട്ട, അതുപോലെ ഗ്രാമ്പു, കുരുമുളക്, 2 ഉണക്കനാരങ്ങ, ബേ ലീഫ്, ചെറുനാരങ്ങ എന്നിവ എടുത്തിട്ടുണ്ട്.
അത് നമ്മുടെ റൈസ് വേവിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. അപ്പം നമ്മൾ ഒഴിച്ച വെള്ളത്തിനേക്കാളൊക്കെ കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ മസാല ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഒരു ലേശം ഉപ്പും കുറച്ച് ചെറുനാരങ്ങയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വേവിച്ച ചിക്കനിൽ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അതുപോലെ പുളിയും കുറച്ച് കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സാക്കിയിട്ട് ഓരോ പീസും നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതൊന്നുകൂടി ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഇതാ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അത് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല, പതിയെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതാ ഞാനിവിടെ പച്ചമുളകും സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പതിയെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിനകത്ത് ഞാനിപ്പോൾ വേറെ ഫുഡ് കളറോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല, തികച്ചും നാച്ചുറലാണ്. ഇതാ ഈ ഒരു പാകത്തിന് വാടി കിട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് ഉണക്കനാരങ്ങയും ബേ ലീഫും കറുകപ്പട്ടയും അതുപോലെ നല്ല ജീരകവും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറാനായിട്ട് ഒന്നുകൂടി വാട്ടിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ചിക്കൻ വേവിച്ച വെള്ളമില്ലാതെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര ഗ്ലാസ് അരി എടുത്തെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇപ്പോൾ ഇട്ട് കൊടുത്ത പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മിക്സിയിൽ പൊടിച്ചെടുത്ത മസാലയില്ലേ, മന്തി മസാല, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിന്, നമ്മുടെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുനാരങ്ങ ഒരെണ്ണത്തിൽ നീര് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റൈസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിനകത്തെ വെള്ളം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉപ്പൊന്ന് മുന്തിയ നിലയിൽ ഇരിക്കണേ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പതിയെ വറ്റി വന്നിട്ടുണ്ട്, മുഴുവനായിട്ടും വറ്റിയിട്ടില്ല. കുറച്ച് നേരം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി വറ്റിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇത് ഇനിയിപ്പോൾ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഒന്നുകൂടി ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വറുത്തെടുക്കണ്ടായിരുന്നില്ല, ഒന്നങ്ങനെ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ അത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ആ ചിക്കൻ്റെ പീസും ആ മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോവാതെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.